ഇതിനകത്ത് വലിയൊരു നിധിയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ എന്ത് നിധിയാണെന്ന് കണ്ടിട്ട് പോട്ടെ. കബോർഡിന്റെ അടിയിലോട്ട് ഒരു ഗോവണിയുണ്ട്. വെറുതെ അല്ല, ഞാൻ ആ ഗോവണി കൂടെ ഇവിടെ വേറെ കുറെ കാറുകൾ ഇങ്ങനെ കിടക്കുകയാണ്. കാർ, എംജിയുടെ വണ്ടി, നമ്മുടെ ഫോർച്യൂണർ കണ്ടല്ലോ, എല്ലാം വൈറ്റ് കളറാണ്. ഭയങ്കര വലിയൊരു പ്രോപ്പർട്ടിയാണ് ബൈച്ചേട്ടൻ്റെ. ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. നമുക്ക് ലിവിംഗ് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ മനസ്സിലാവും, അതുപോലെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതൊക്കെ ബൈച്ചേട്ടൻ്റെ തന്നെയാണ് ഇതെല്ലാം. ഞാൻ കുറച്ച് വാടകയ്ക്ക് മേടിച്ചു. സംശയം തോന്നി. കാശ് ഒരുപാട് കയ്യിലിരിക്കുന്നുണ്ട്. ആഡംബരം, ഒരു ആഡംബരത്തിന് ഈ സ്പേസ് അത് ഇങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വലിയ സമയം എടുത്തത് ഫുള്ള് പ്രിന്റ് ചെയ്ത്. അപ്പൊ ഇതാണ് നമ്മുടെ റീന ചേച്ചിയുടെ ലോകം. പ്രൈവറ്റ് ഡൈനിങ് ഏരിയ. ഇവിടെ ഇരുന്നാണോ നിങ്ങൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങളുടേതായിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. എത്ര കിച്ചണാണ് ഈ വീട്ടിലും. നോക്ക്, ഇവിടെയാണ് ഇവരുടെ പെരുമാറുന്ന സ്ഥലം. നീ പോയിട്ട് ആദ്യം ഫുൾ ഡൈ ഒക്കെ അടിച്ചിട്ട് വരാം. ദിവസം എൻഗേജ്മെന്റിന് വന്നപ്പം അല്ല, അവിടെ വിളിക്കാൻ ചെന്നപ്പോഴും ഇതുപോലെ തന്നെ വീട്ടിൽ ചെന്നപ്പോ തന്നെ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ നടക്കുന്നത്, താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വൈറ്റ് ആക്കി. ബൈജു എഴുപതിയുടെ ബെഡ്റൂം. പണ്ട് അത് തിയേറ്റർ ആയിരുന്നു, നമ്മുടെ കൺവെൻഷൻ സെന്റർ ആണ്. ഇപ്പൊ അന്ന് 70 രേഖ തിയേറ്റർ ആയിരുന്നു. തിയേറ്ററിന്റെ അവാർഡ് വാങ്ങിയ ബൈച്ചേട്ടന്റെ സ്വന്തം സാനിയ തിയേറ്ററിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. എന്താ ചെയ്യാ, ഷൂട്ടിന്റെ തിരക്ക് കാരണം എന്നെ വിളിക്കുന്ന ചില കല്യാണങ്ങൾക്കൊന്നും എനിക്കിപ്പോൾ പോകാൻ പറ്റുന്നില്ല. അപ്പൊ അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ടും ചില ഫംഗ്ഷൻസ് ഒക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അവരെ നേരിട്ട് പോയി വിസിറ്റ് ചെയ്യുക. അങ്ങനെ ഇപ്പൊ കുറച്ച് ഇൻസിഡൻസ് ആയി എൻ്റെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പൊ തൊട്ടടുത്ത് വൈറലായി നിൽക്കുന്ന ഒരു കല്യാണം നിങ്ങൾക്കറിയാലോ, നമ്മുടെ മമ്മൂക്കിയൊക്കെ പോയ നമ്മുടെ ബൈജു ചേട്ടന്റെ മോളുടെ കല്യാണത്തിന് അന്ന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നിപ്പോ പകരം ബൈജുന്റെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ എഴുപുന്നയിലാണ് ബൈജുചേട്ടന്റെ വലിയ മാളിക കൊട്ടാരം. അപ്പൊ അവിടെ ഞങ്ങൾ എത്തുമ്പോ ഇതാണ്, ഇവിടെയാണ് മെയിൻ എൻട്രൻസ്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ തന്നെ ഇവിടെ വീടുകളുടെ ഒരുപാട് വീടുകൾ നമുക്ക് കാണാം. ഫസ്റ്റ് കാണുന്ന ഈ വീട് നമ്മുടെ ബൈജുചേട്ടന്റെ അച്ഛനൊക്കെ താമസിക്കുന്ന, അച്ഛനും അമ്മയൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന, അമ്മ മരിച്ചു, ഇപ്പൊ അച്ഛൻ മാത്രമേ ഉള്ളൂ, അങ്കിള് താമസിക്കുന്ന വീടാണിത്. അപ്പൊ നമ്മൾ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പേ നമുക്കൊരു ഇൻട്രോ പറയണ്ടേ. ബൈജ് ഹോംസ് ഫോർ പ്രസൻസ് സംതിങ് സ്പെഷ്യലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സംതിങ് സ്പെഷ്യൽ നമ്മളൊരു ചെറിയൊരു ഹോം ടൂർ അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ആവാൻ പോണത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, നമ്മുടെ ബൈജുചേട്ടന്റെ അച്ഛൻ താമസിക്കുന്ന വീട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾക്ക് ഇങ്ങനെ കുറേ നടക്കാനുണ്ട്. നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ കുറേ വൈറ്റ് കളറാണ് അങ്കിളിന് ഏറ്റവും ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താണെന്നറിയോ, ഇവിടെ 1ഉം 2ഉം കാറുകളല്ലോ ഉള്ളേ. ഫസ്റ്റ് അങ്ങോട്ട് നോക്ക്, ബെൻസ് കണ്ട നമ്പർ 1. അത് കഴിയുമ്പോൾ ഇവിടെ വേറെ കുറെ കാറുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഫോർച്യൂണർ ഉണ്ട്, MG ഉണ്ട്, എല്ലാം കണ്ടോളൂ നിങ്ങൾ. താർ, MGയുടെ വണ്ടി, നമ്മുടെ ഫോർച്യൂണർ കണ്ടല്ലോ, എല്ലാം വൈറ്റ് കളറാണ്. അപ്പൊ അത് അങ്കിൾ ഇപ്പൊ ഇവിടെ ഇല്ല. അങ്കിൾ ഇത്രയും നേരം നടക്കുന്നുണ്ടായിരുന്നതൊക്കെയാണ് ഞാൻ അറിഞ്ഞത്, പക്ഷെ ഇവിടെ കാണുന്നില്ല. അങ്കിൾ വീട്ടിൽ കയറി കാണും. അത് കഴിഞ്ഞിട്ട് ഇത് ഇവരുടെ ഒരു ഔട്ട് ഹൗസ് ആണ്. ഭയങ്കര വലിയൊരു പ്രോപ്പർട്ടിയാണ് ബൈജുചേട്ടൻ്റെ. നല്ല സമയത്താണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. രാവിലെയാണ്. ഇന്ന് ബൈജുചേട്ടനും റീന ചേച്ചിക്കും കണി മിക്കവാറും ഞാനായിരിക്കും. കല്യാണത്തിന് ചെല്ലാത്തതിൻ്റെ കംപ്ലൈൻറ്റ് അവർ എന്നോട് പറയൂ, എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് എന്ന് കയറാം. എന്നാ അങ്ങനെ പറയണോ ഒന്നും അറിയില്ല. ശരിപ്പാ, നോക്ക് എന്ത് രസമാണെന്ന് നോക്കി. നമുക്ക് കുറച്ച് സ്പീഡിൽ ഓടിപ്പാ, കാരണം കുറേ ഉണ്ട് നടക്കാൻ. ഇനി ഓടിക്കേറി പോവുകയാണ് വീട്ടിലേക്ക്. ആരാണ് വരിക? ബൈജുചേട്ടനായിരിക്കോ, ചേച്ചിയാണോ, അതോ മെയ്ഡ് ആരെങ്കിലും ആയിരിക്കോ, ഒന്നും അറിയില്ല. നല്ല വെതർ, നല്ലൊരു പ്ലസന്റ് വെതറിൽ ഞങ്ങൾ നിൽക്കുകയാണ്.
അവരൊക്കെ എണീറ്റ് വരുന്നതേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർമ്മയുണ്ടോ? എത്ര നാളായി കണ്ടിട്ട്. കേറട്ടെ? നാളെ നമ്മുടെ ബൈജു ചേട്ടന്റെ റീന ചേച്ചി ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം റീന ചേച്ചീനെ. റീന ചേച്ചി സുഖം? കല്യാണത്തിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞു, എല്ലാം ഇപ്പൊ എൻഗേജ്മെന്റിന്റെ മനസ്സമ്മതത്തിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞു, അതിന്റെ ഇതൊക്കെ ആയിട്ട് അല്ലേ? ഇരിക്കാനൊന്നും സമയമില്ല, നമ്മൾക്ക് നേരെ വീട് കണ്ടുകൊണ്ട് പോവുകയാണ്. ഇത് എത്ര വീടാ റീന ചേച്ചി കാണേണ്ടതായിട്ടുള്ളത്? അവിടെ അങ്കിള്, ഇവിടെ നിങ്ങള്, ഇത് സ്റ്റാഫിന്റെ ഉള്ളതാണോ? ഇല്ല, അത് കമ്പനിയാണ്. കമ്പനിയുടെ ഓ അതിന്റെ ആണോ ആ സംഭവം? ഓക്കെ. പിന്നെ ഇവിടെ എന്താ എപ്പോ വേണേലും ഇവിടെ ഫംഗ്ഷൻ നടത്താൻ വേണ്ടിട്ട് അതോ എൻഗേജ്മെന്റിന്റെ റിമൂവ് ചെയ്യാതെ വെച്ചിരിക്കുന്നതാണോ? ഓ അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കണേ. ഓക്കെ. അപ്പോ ഇതൊക്കെയാണ് ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഐറ്റംസ് ഒക്കെ റീന ചേച്ചിയുടെ വകയാണോ? കംപ്ലീറ്റ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. ആണോ? ടിപ്പിക്കൽ ഒരു ക്രിസ്ത്യൻ ഫാമിലി ആണ്. നമ്മൾക്ക് ലിവിംഗ് റൂമിലേക്ക് കേറുമ്പോ തന്നെ മനസ്സിലാവും, അതുപോലെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. സി ഇത് കണ്ടോ? ഇനി നമ്മുടെ താരം ബൈജു ചേട്ടൻ എവിടെ? വിളിക്കാം. നമ്മൾ ശരിക്കും ഹോം സ്വീറ്റ് ഹോം എന്നൊക്കെ പറയുന്ന പോലെ നോക്ക്, ശരിക്കും ഒരു ടിപ്പിക്കൽ ഒരു ക്രിസ്ത്യൻ ഒരു ഒരു ഫാമിലിയിലെ പോലെ തന്നെ എല്ലാം നല്ല നീറ്റ്. ഓക്കെ, ഇവിടെ ബൈബിളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് അവരെന്നും അപ്പോൾ കുരിശ് വരയ്ക്കുന്ന സ്ഥലം നമുക്ക് മനസ്സിലായി. ഫുൾ നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ആണ്. ഹലോ ബൈജു ചേട്ടാ, വെച്ചോളൂ എന്ന് പറയണു. ഒരുപാട് നാളായി. ഇതെന്തത് നിങ്ങൾക്ക് പ്രായമായി എല്ലാരും അറിയിച്ചോണ്ടിരിക്കുകയാണല്ലേ? എനിക്ക് പ്രായമായി എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് വരാൻ അല്ല പിന്നെ എൻഗേജ്മെന്റ് വരാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു ഹോം ടൂർ അടിക്കാന്ന് വിചാരിച്ചു. എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ആദ്യം നമ്മൾ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നില്ലേ? ഈ വീട്ടില് ഇവിടെ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഫ്രഷ് ഫ്ലവർ ആണോ വെക്കുക? ഫ്രഷ് ഫ്ലവർ എൻഗേജ്മെന്റ് ആയിട്ട് അങ്ങനെ ആണോ? എപ്പോഴും ബൈശേട്ടാ സൂപ്പർ കേട്ടോ, നല്ല വീട്. രമ്യതിന് മുമ്പ് വന്നിട്ടില്ല ഇവിടെ? ഫസ്റ്റ് ടൈം ആണോ? നമ്മളിപ്പോഴും എറണാകുളത്ത് വെച്ചേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈം ആണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ അങ്കിളിന്റെ വീട്, തറവാട് വീട് അങ്കിള് നടക്കുന്ന കണ്ടിരുന്നു. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയായിരുന്നു ഞാൻ അനിയനെ കണ്ടൂന്ന് ഞാൻ ഉള്ളിൽ ചെല്ലുമ്പോ പറയാത്രേന്ന്. അപ്പൊ പറഞ്ഞു അങ്ങനെ പറയില്ല, അവന് വിഷമോ. ഞാൻ പറഞ്ഞു ബൈച്ചേട്ടൻ നല്ലായിരിക്കണം, ബൈച്ചേട്ടൻ നോക്കിയത് അങ്കിള് നല്ല യങ് നല്ല യൂത്ത് ആയിട്ട് ഇരിക്കണ്ടേ. മമ്മൂക്ക മധുരാജയില് ഇതുപോലെ ഈ വൈറ്റ് താടി വെച്ചിട്ട് മമ്മൂക്കനെ പോയിട്ട് നീ പോയിട്ട് ആദ്യം ഫുൾ ഡൈ ഒക്കെ അടിച്ചിട്ട് വരാൻ കഴിഞ്ഞ ദിവസം എൻഗേജ്മെന്റിന് വന്നപ്പോഴും അല്ല അവിടെ വിളിക്കാൻ ചെന്നപ്പോഴും ഇതുപോലെ തന്നെ വീട്ടിൽ ചെന്നപ്പോ തന്നെ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ നടക്കാൻ താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വൈറ്റ് ആക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വിശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ അതിന്റെ അങ്ങനെ കണ്ടിന്യൂറ്റി അങ്ങനെ അങ്ങ് പോയതാ. ഓക്കെ, ഇനി വിശേഷത്തിന്റെ ഇത് കുറച്ച് ദിവസത്തേക്ക് അതിന്റെ ഹാങ് ഓവർ കാണും. നമുക്ക് അവിടെ കുറെ സംഭവങ്ങളൊക്കെ ഇരിക്കണ്ടല്ലോ. ഈ ട്രോഫി ഇതൊക്കെ ബൈച്ചേട്ടന്റെ തന്നെയാണോ ഇതെല്ലാം? ഞാൻ കുറച്ച് വാടകയ്ക്ക് മേടിച്ചിട്ട് സംശയം തോന്നി. കാശ് ഒരുപാട് കയ്യിലിരിക്കുന്നുണ്ട്. ആഡംബരത്തിന് ഈ സ്പേസ് അത് ഇങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ സമയം എടുത്തത് ഫുള്ള് പ്രിന്റ് എന്തൊക്കെ പേര് പറഞ്ഞിട്ടാണ് നോക്കിക്കേ. എന്റെ മുഖം എന്റെ ഇത് എന്ന് പറയുന്ന എല്ലാത്തിലും ബൈച്ചേട്ടന്റെ ഓരോ എന്റെ അല്ലാത്ത ഒരു ഇത് വെച്ചിട്ടുള്ളത് ഞാൻ മമ്മൂക്കയുടെയാണ്. അതെന്തേ? എവിടെയാ മമ്മൂക്കയുടെ? എവിടെ? അതെ ഗാനഗന്ധർവൻ ഉണ്ട്, പക്ഷെ എന്റെ മമ്മന്റെ അവിടെ ഇരിക്കണം. പക്ഷെ ഇതെടുത്ത് വെച്ചു മമ്മൂക്കയുടെ. ഇതൊക്കെ എൻഗേജ്മെന്റിന് വേണ്ടിട്ടിട്ട് അന്നേരത്തെ പെറ്റൽസിന്റെ ആണ്, ഹോസ്പിറ്റൽ ഇതിന്റെ ഒക്കെ. ഓക്കെ, കറക്റ്റ് സൺലൈറ്റ് അടിച്ച് ഗ്ലെയർ അടുപ്പിച്ച് എന്റെ പൊന്നു മനുഷ്യ. നമുക്ക് ഇനി അടുത്തിരി നമുക്ക് വീട് കാണാൻ പെട്ടെന്ന്. ഞങ്ങൾ വീട്ടിൽ വന്നല്ലേ, നമ്മുടെ നാട്ടുകാർ മുഴുവൻ നമ്മുടെ വീട് കാണട്ടെ. ഇത്ര മനോഹരമായ വീടല്ലേ ബൈച്ചേട്ടാ? 22 അന്നേരം ബൈച്ചേട്ടന്റെ പ്ലാനിലാണ് വീട് ചെയ്തിരിക്കുന്നത് അതോ അങ്കിളിന്റെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്യണോ ചെയ്തത്? അല്ല, എന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അല്ല, അന്നേരം എന്ന് പറയുമ്പോൾ ബൈച്ചേട്ടൻ കുറച്ചും കൂടെ യങ്ങല്ലേ, അപ്പൊ മീൻ അച്ഛന്മാരാണല്ലോ കുറച്ചും കൂടി ഇൻവോൾവ് ആവണേ ഡിസൈനിങ്ങും കാര്യങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല ഏരിയ, നല്ല പ്രോപ്പർട്ടി. ഇതിനകത്ത് ആവശ്യത്തിന് നല്ല സൺലൈറ്റും എന്നാൽ ഷെയ്ഡും ഒക്കെ ആയിട്ട്. ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ് ചേച്ചി? പുറത്തേക്ക് പോവാ. ഇതോ
കിച്ചണിലോട്ട് ഈ ഏരിയയിലേക്കൊക്കെ പോവാറുണ്ടോ? പോവാറുണ്ട് പക്ഷെ കിച്ചണിൽ ഇപ്പൊ ഈ എല്ലാം മൊത്തമായിട്ട് കിച്ചണിൽ വല്ലതും ഉണ്ടോ? ഞങ്ങൾ രാവിലെ സമയത്താണ് വീട്ടിൽ വന്ന് കേറിയത്. ഞെട്ടിപ്പിക്കൽ സൈറ്റ് കിച്ചൺ കണ്ടിട്ട് കാര്യ ഇവരിവിടെ ഒന്നും വെച്ച ലക്ഷണമില്ല. ഇവിടെ എപ്പോഴും എന്തെങ്കിലും ഒരു ഭക്ഷണം എല്ലാവർക്കും ഉണ്ടാവും. എപ്പോഴും ഈ സ്റ്റാഫും അപ്പൊ ഞങ്ങളിവിടെ തലയെണ്ണം പറയട്ടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുമല്ലോ. തലയെണ്ണം പറഞ്ഞു തലയെണ്ണം ഞങ്ങൾ ഒരു 6-7-8 പേര് ഉണ്ടാവും. ഉറപ്പായിട്ടും എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ വർക്കും കൂടെ നടക്കുന്നുണ്ട്. പണിക്കാരൊക്കെ ഒരുപാട് പേരുള്ളതുകൊണ്ട് ഫുഡൊക്കെ അമ്മ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ റീന ചേച്ചിയുടെ ലോകം എന്ന് തന്നെ പറയാം. ഇത് പുറത്ത് വേറൊരു കിച്ചൺ കൂടെ ആയിരിക്കും അല്ലേ? ഇങ്ങോട്ട് വരാമോ? ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആണ്, പ്രൈവറ്റ് ഡൈനിങ് ഏരിയ. ഇവിടെ ഇരുന്നാണോ നിങ്ങൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടേതായിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇത്. ഇവിടെ TV ഉണ്ട്, അപ്പൊ പിന്നെ TV കണ്ടോണ്ട് കഴിക്കാലോ. ഇനി ഇവിടെ ഔട്ട്ഡോർ സ്പേസ് ഉണ്ട്. വാവ്, കൊള്ളാലോ. നല്ല നീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട്. കൊതുകുണ്ട് ചേച്ചി ചേട്ടാ ഇവിടെ? ഈവനിങ് ശരിക്കും ഈ ഒരു സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാൻ പറ്റും. കൊതുകില്ല അങ്ങനെ? ഇടയ്ക്ക് ഞാൻ പെറ്റ് കൺട്രോൾ മറ്റേ അവരെ വിളിച്ചിട്ട് പോകാറുണ്ട്. എൻഗേജ്മെന്റ് ആയിട്ട് ഒരു 2 ദിവസം അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാഴ്ച അത് കൂടുതൽ നീക്കത്തില്ല, വീണ്ടും പിന്നെ ചെയ്തോണ്ടിരിക്കണം. അതെ, പക്ഷെ നല്ലൊരു ഏരിയ. ദാ ഇവിടെയൊക്കെ നമുക്ക് ശരിക്കും നല്ല രസമുണ്ട്. ഈവനിങ് കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ടേബിളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടോളൂ. അവിടെ ഇരുന്ന് നമുക്ക് കോഫി കുടിക്കുക. രാവിലെ ഇത്തിരി നേരത്തെ എണീക്കണം എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ നല്ല സൺലൈറ്റ് അടിക്കും. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാം ആ ഒരു ഏരിയ ഒക്കെ. റീന ചേച്ചിയാണോ കംപ്ലീറ്റ് ക്ലീനിങ്ങിന്റെ ഒക്കെ ഒരു മേൽനോട്ടം? എല്ലാം അതെ, ചെയ്യിപ്പിക്കാൻ ഒരു രാവിലെ എണീറ്റ് വന്നപ്പോ ഇവിടെ മുറ്റടിക്കുന്നുണ്ടായിരുന്നു. ഫുൾ ചവറായിട്ട് കിടക്കുക. വേറെ 2 പേരുണ്ട്, അവരോടൊപ്പം അവിടെ അവിടെയാണ് മെയിൻ വേറൊരു കുക്കി. ഇനി ഞാൻ ഞാനുണ്ടല്ലോ നമ്മുടെ PC ജോർജ് ഇല്ലേ, അദ്ദേഹത്തിന്റെ വീട്ടില് പാലയിൽ പോയപ്പം അടുക്കളയോട് അടുക്കള നോക്കിയപ്പോ പുറത്ത് വേറെ കുറെ അടുക്കള. അങ്ങനെയായിരുന്നു. ഇതിപ്പോ അതുപോലെ തന്നെയാണല്ലോ. എത്ര കിച്ചണാണ് ഈ വീട്ടിലും. നോക്ക്, ഇവിടെയാണ് ഇവരുടെ പെരുമാറുന്ന സ്ഥലം. ഹലോ ചേച്ചി, എല്ലാരും കാണട്ടെ. നിങ്ങളെയൊക്കെ അല്ലേ ഇവിടുത്തെ ഇവരുടെ കൂടെയുള്ള ആൾക്കാര്. ചേച്ചിയുടെ പേരെന്താ? ആനി. ഓക്കെ, ആനി ചേച്ചി. ഇത് വേറെ കുറച്ച് ചെറിയൊരു വർക്ക് സ്പേസ് പോലെ ഒരു വർക്കിംഗ് ഏരിയ ആണ് അവിടെ. ഇവിടെയാണ് ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന് ഇവരുടെ ഉണ്ടാക്കണേ? അപ്പം, പുട്ട്, കൊറേ ഐറ്റംസ് ഉണ്ടോ? കറി, പഴം പുഴുങ്ങിയത്, മുട്ട, എഗ് റോസ്റ്റ്. നമുക്ക് കഴിച്ചിട്ട് തന്നെ പോവാ അല്ലേ? ഇവിടെ കൊറേ ഐറ്റംസ് ഇട്ട് നമുക്ക്. അപ്പൊ അങ്ങനെ ഇപ്പൊ എത്ര 2, 3, 4 കിച്ചൺ തന്നെ എത്ര ബിഗാന്ന് നോക്കിക്കേ. ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കിച്ചൺ ഏരിയ ഒക്കെ കണ്ടു. ഇത് ബെഡ്റൂം. ഇതാണോ നിങ്ങളുടെ ബെഡ്റൂം? ഓക്കെ. അപ്പൊ ഇതോ? അതും ബെഡ്റൂമാണ്. അത് മക്കളുടെ 2 പേരുടെ. അവര് 2 പേരോട് താഴെ. നിങ്ങൾ മേളിലാണോ? അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിന്റെ തൊട്ടടുത്തായിരിക്കുമല്ലോ ഇവിടെ ഒരു നിധി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, പൂട്ടി വെച്ചിരിക്കുന്ന ഒരു റൂം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതും മേളിലായിരിക്കുമല്ലോ. സാറില്ല, നമുക്ക് അതിന്റെ അളവെടുത്തിട്ട് പോയിട്ട് നമുക്കത് ചെയ്യാം. ഇവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ. ബൈച്ചേട്ടൻ ഇവിടെ കറൻസി എല്ലാം കൂടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു റൂം എന്നാണ്. അപ്പൊ ഞങ്ങള് ടൈലും കളയേണ്ടി വരും. ഇനി അത് ചോദിക്കട്ടെ ബൈച്ചേട്ടാ, ഇവിടെ നമ്മൾ ഇത്രയും ഈ ബൈച്ചേട്ടന്റെ ഫോട്ടോയുടെ ഇടയിലേ എന്തുകൊണ്ടാ മമ്മൂക്കയുടെ മാത്രം വെക്കാനുള്ള കാരണം? അതെന്താ വെച്ചാ എനിക്ക് എല്ലാരെയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മമ്മൂക്ക എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ബാക്കി ആരും. ഞാൻ എന്റെ എൻഗേജ്മെന്റ് വന്നപ്പോ ഫസ്റ്റ് കാർഡ് കൊടുത്ത് വീട്ടിൽ പോയിട്ട് വിളിക്കുന്ന മമ്മൂക്കേനെ. അത് എല്ലാവർക്കും അറിയണ ഒരു പ്രത്യേക ഒരു അടുപ്പ ബന്ധം ബൈച്ചേട്ടനും മമ്മൂക്കയായിട്ടുണ്ട്. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷെ അതുകൊണ്ട് ഒരു ഇത് മാത്രമായിരിക്കില്ലല്ലോ, എന്തെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് സംഭവം മനസ്സിൽ അതുപോലെ ഒരു ഡീപ്പ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടാവില്ലേ? ഞാൻ സ്കൂളിൽ ഞാൻ മാന്നാനത്ത് പഠിക്കുന്ന ടൈം മുതലേ ഞാൻ മമ്മൂക്കയുടെ ഭയങ്കര ഫാനാണ്. അത് 8ാം ക്ലാസ് മുതലേ ഉള്ള ഫാനാണ്. പിന്നെ അതിനുശേഷം മമ്മൂക്കനെ കാണാൻ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ആലപ്പുഴയിൽ വന്നിട്ട് മതിലയാടി മമ്മൂക്കെ കാണാൻ പറ്റിയിട്ടില്ല ആ സമയത്തൊന്നും. പിന്നെ 70ന്റെ തിരക്കിലാണ് മമ്മൂക്കയായിട്ട് ഫസ്റ്റ്
കോമ്പിനേഷൻ വരുന്ന സിനിമ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീട്ടിൽ വന്നിട്ടില്ലേ എത്രയോ തവണ? അല്ലേ? ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഈ എഴുപുന്നത്തരകന് നമ്മുടെ ഈ വീട്ടിൽ ഷൂട്ടിംഗ് ചെയ്യാറുണ്ടോ? എന്താ കൊടുക്കാത്ത ഇഷ്ടല്ല? നല്ല പ്രിമൈസസും നല്ല വീടുമാണല്ലോ, എന്ത് രസം നോക്കിക്കേ വീടും അതിന്റെ സ്റ്റെയർ കേസിന്റെ പാറ്റേണും ഇതൊക്കെ കാണാൻ. എന്നിട്ട് എന്താ ചേട്ടാ ഇഷ്ടമല്ലാത്തോണ്ടാണോ? അല്ല അങ്ങനെയല്ല, അത് എന്താന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല. കൊച്ചി രാജാവ് എന്ന് പറഞ്ഞ മൂവിയില് ദിലീപ് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പുറത്ത് ഔട്ട്സൈഡ് എങ്ങനെ എടുത്തിട്ടുണ്ട്, അകത്തൊന്നും ഇല്ല, ജസ്റ്റ് അവിടെ ഒരു മാവിന്റെ അത്ര മാത്രമേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ വീട് നിൽക്കുന്നുണ്ട്, പക്ഷെ എൻട്രി ഒന്നും ഉണ്ടായില്ല. ഒരുപാട് സിനിമകൾ ചോദിക്കാറുണ്ട്, പക്ഷെ ഞാൻ എന്തായാലും പറഞ്ഞു പതിയെ. സിനിമക്കാരെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് അവിടെ നിന്നുകൊണ്ടുള്ള ഒരു റിലേഷൻ മാത്രം മതി, ഷൂട്ടും കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട എന്നുള്ളതാണ് ഒരു ഇത്. മമ്മൂക്കയുടെ അടുത്ത് ഒരു ടോപ്പിക്കും കൂടെ ചോദിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകാം. ഭീഷ്മപർവം, മമ്മൂക്കയുടെ എഴുപുന്നത്തരകൻ, ഇതൊക്കെ അതൊന്നും ഇവിടെ ഒന്നും ഒരു രീതിയിലും അപ്പൊ ഷൂട്ട് ചെയ്തിട്ടില്ല. തൊട്ടടുത്തൊരു വീട്, അതപ്പോ ബൈച്ചേട്ടന്റെ വീടാണോ? അല്ല, അത് വേറെ തരകൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാരുടെ വീട്. അവിടെയല്ലേ മറ്റേ വേറൊരു മൂവി, ഇപ്പൊ ഒരു മൂവി, ഒരുപാട് സിനിമകൾ. ഞാൻ ആ വീട്ടില് പഞ്ചാബി ഹൗസ്, ഞാൻ ഫസ്റ്റ് ആ വീട്ടില് ഷൂട്ടിംഗ് പെർമിഷൻ ചോദിച്ചിട്ട് ഇഞ്ചക്കാടൻ മത്തായി. അപ്പൊ അന്ന് ഒരു തരത്തിൽ ഞാൻ വിചാരിച്ചു ഈ ഏരിയ ഒക്കെ ഇങ്ങനെ ഇപ്പൊ നിങ്ങളുടെ ഫാമിലി തന്നെയാണോ? അല്ല, വേറെ ആൾക്കാരുടെയാണ്. ഓക്കെ, അത് അപ്പൊ ഈ ഒരു ഏരിയ ഫുൾ കാർ. പൊതുവെ നമുക്ക് എല്ലാവർക്കും എഴുപുന്ന എന്ന് കേട്ട് കഴിഞ്ഞാൽ എഴുപുന്നയിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിളും ബൈജേണ്ണൻ തന്നെയാണ്. എല്ലാരും പെട്ടെന്ന് പറയണ ബൈജു എഴുപുന്ന എന്നുള്ളൊരു ഇത് തന്നെയാണല്ലോ. അപ്പൊ ഈ ഒരു ഏരിയ ഫുൾ നിങ്ങൾ തന്നെയാണെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഇവിടെ കുരിശുവരെയൊക്കെ ഡെയിലി ഉണ്ടോ? ഭയങ്കര റിലീജിയസ് ആണ്, ബൈബിൾ വായിക്കും, എല്ലാം ചെയ്യും. എന്നേക്കാൾ കുറച്ചുകൂടെ പ്രാർത്ഥന കൂടുതൽ റീന ചേച്ചിക്കാണ്. അതെ, ഒബ്വിയസ്ലി. എൻഗേജ്മെന്റിന്റെ ഒരാഴ്ച മുമ്പ് ഭയങ്കര മഴയായിരുന്നു. എന്ത് ചെയ്യൂന്നുള്ള അങ്ങനെയൊക്കെ വെച്ചിട്ട് ശരിക്കും സത്യമായിട്ട് അവർ പ്രാർത്ഥിച്ച് നേടിയ ഒരു അങ്ങനെ വന്നതാണ് ഈ വെയില്. അപ്പൊ റീന ചേച്ചിയുടെ പ്രാർത്ഥനയിലാണ് നമ്മളെല്ലാരും. ഒരുപാട് പേര് പ്രാർത്ഥിച്ചു, ഞങ്ങള് മാത്രമല്ല ഈ നാട് മുഴുവൻ പ്രാർത്ഥിച്ചു. ഒരുപാട് പേര് പ്രാർത്ഥിച്ചു മഴ ഉണ്ടാവരുത്. അന്ന് ഞായറാഴ്ച മഴ ഉണ്ടായില്ല, തിങ്കളാഴ്ച ഭയങ്കര മഴയായിരുന്നു പിറ്റേ ദിവസം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു വിശുദ്ധൻ അങ്ങനെയുണ്ടോ? വിശുദ്ധനല്ല, നമ്മള് ഡൈഹാർഡ് ജീസസ് തന്നെയാണ്. മാതാവ്, പിന്നെ പുണ്യാളന്മാരെല്ലാവരും മാധ്യസ്ഥം അപേക്ഷിക്കും. നമുക്ക് മേളിലേക്ക് ഒന്ന് പോയാലോ? നിധി വെച്ചിരിക്കുന്ന റൂം പുറമേ എന്തെങ്കിലും കാണാതെ എങ്ങനെ ഞങ്ങൾ പോകും? ചേച്ചി, നിങ്ങളുടെ ഫേവറേറ്റ് കളറ് വൈറ്റ് ആണോ? വീട് ഫുൾ, എല്ലാ വീടുകളും വൈറ്റ്, കാറുകളെല്ലാം വൈറ്റ്. വന്നപ്പോ റീന ചേച്ചി ഇട്ടിരിക്കുന്ന വേഷം വൈറ്റ്, ബൈച്ചേട്ടന്റെ മാത്രമാണ് ഇരുണ്ട അവിടെ ഒരു ബൊലീറോ ഗ്രീൻ കിടക്കുന്നുണ്ട്. എന്റെ വണ്ടി വൈറ്റ് ആണ്, പക്ഷെ ഞാൻ ഈ പന്തൽ പണി കിടക്കുന്നുണ്ട് മാറ്റിയിട്ടതാണ്. വൈറ്റ് ആണ് കൂടുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് എപ്പോഴും എന്റെ മമ്മി മരിച്ചിട്ട് ഇപ്പൊ 4 വർഷം, മമ്മി പറയും നീ എപ്പോഴും വൈറ്റ് ഷർട്ട് ഇട്ടാ മതി എന്ന് പറയും. അത് ഫംഗ്ഷനും വൈറ്റ് ആയിരുന്നല്ലോ. വൈറ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് എന്താ ബൈച്ചാണ്ട് എന്റെ കറുപ്പിട്ടിട്ട് ഞാൻ വരുന്നത് കൊണ്ട് ഇരുണ്ടിരിക്കുക. ഇതാണോ നിധി വെച്ചിരിക്കുന്ന റൂം? ഇത് ഞങ്ങളുടെ ബെഡ്റൂം ആണ്. ആണോ? തുറക്കാമോ? ബൈജു ചേട്ടൻ എഴുപുന്ന ബൈജു എഴുപുന്നയുടെ ബെഡ്റൂം ആണിത്. വാവ്, കൊള്ളാലോ. ആഹാ, ഇവിടെയാണ് ബൈച്ചേട്ടൻ ഉറങ്ങുന്ന സ്ഥലം. വ്യൂ എന്താ നോക്കട്ടെ. ഓ, ഇവിടെ ഇതാ ബാൽക്കണി ആണോ? ഇവിടെ നിന്നാൽ ആരൊക്കെ വരുന്നു, എന്തൊക്കെ നടക്കുന്നു. ഓ, നൈസ് ലിവിംഗ് സ്പേസ്, നല്ലൊരു ഏരിയ ലിവിംഗ്. ഇത് പണ്ട് അത് തിയേറ്റർ ആയിരുന്നു, നമ്മുടെ കൺവെൻഷൻ സെന്റർ ആണ് ഇപ്പൊ. അന്ന് എഴുപുന്ന രേഖ തിയേറ്റർ ആയിരുന്നു. അന്ന് ഞാൻ താമസിച്ച അവിടെയായിരുന്നു. അപ്പൊ മോളുടെ ഫംഗ്ഷൻ നടത്തിയത് ഇവിടെയായിരുന്നോ? ഫംഗ്ഷൻ ഫുഡ് എല്ലാം അവിടെയായിരുന്നു, ബാക്കിയെല്ലാം നമ്മുടെ ഇവിടെ ഏരിയ ഇവിടെയായിരുന്നു. ഞാൻ വെച്ച് ഇനി സ്ഥിരമായിട്ട് എന്ത് പരിപാടി നടത്താൻ വേണ്ടിട്ടാണ് ഇത് അങ്ങ് അഴിക്കാതെ വെച്ചിരിക്കുകയാണോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് അഴിച്ചിട്ടുണ്ടോ? ഇന്ന് ഒരാഴ്ച 2-3 ദിവസമായി, തീർന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഇന്നലേക്ക് വന്ന നിറച്ച സാധനങ്ങളായിരുന്നു ഇതിനകത്ത്. ഞാൻ സിനിമ അത് തിയേറ്റർ ആയിരുന്നു, അത് 40 വർഷം മുമ്പുള്ള തിയേറ്ററാ, 40-45 വർഷം. അപ്പൊ ഇപ്പൊ കൺവെൻഷൻ സെന്റർ ആക്കിയിട്ട് എത്ര നാളായി? ഇപ്പൊ ഒരു 2 വർഷമായുള്ളൂ. മറ്റേ എരമല്ലൂര് തിയേറ്റർ ഉണ്ട്, അത് സാനിയ, അത് തിയേറ്റർ ഉണ്ട്, 2 സ്ക്രീൻ അവിടെ നന്നായിട്ട് പോകുന്നുണ്ട്. വിശേഷം നമുക്ക് വിശേഷത്തിന്റെ വിശേഷം പറയണ്ടേ? വിശേഷം അവിടെയല്ലേ, സാനിയയിലല്ലേ? വിശേഷം സാനിയയിൽ കളിക്കുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല ഫീഡ്ബാക്ക് കേൾക്കുന്നുണ്ടല്ലോ. 19th വിശേഷം, 21st മോളുടെ എൻഗേജ്മെന്റ്. രണ്ടും എനിക്ക് ഭയങ്കര എന്താ വെച്ചാൽ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു സുഭാഷ് ഏട്ടൻ. നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഫാമിലി ഇറങ്ങി നല്ല കണ്ടവരൊക്കെ നല്ല
നല്ല ഫീഡ്ബാക്കും പറയുന്നുണ്ട് മൂവിനെ കുറിച്ച് നല്ലൊരു ഇത്. നമുക്ക് നടന്നുകൊണ്ട് തന്നെ സംസാരിക്കാം. അങ്ങോട്ട് പോയാൽ കാണാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പോയി ഇതേപോലെ ചുറ്റി ഇങ്ങനെ അങ്ങ് വരും, അത്രേ ഉള്ളൂ. നമുക്ക് ഓടിപ്പോ ചുറ്റിട്ട് വരാം. എന്തൊക്കെയാണ് എന്തായാലും വന്നല്ലേ. ലോക്ക് ആയിരിക്കും. അത് വേറെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് ആ ബാൽക്കണി. തുറക്കണ്ട, വേണ്ട തുറക്കണ്ട, നമുക്കൊന്ന് കണ്ടാ മതി. ജസ്റ്റ് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക്. അപ്പൊ ആ ബെഡ്റൂം ആരും യൂസ് ചെയ്യുന്നില്ല. അല്ലേ, അതൊരു ഗസ്റ്റ് റൂം ആയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ഭയങ്കര വലിയ ബാൽക്കണിയാണ് കേട്ടോ. അപ്പൊ കംപ്ലീറ്റ് എല്ലാ റൂമിൽ നിന്നും ഈ ബാൽക്കണിയിലേക്ക് ആക്സസിബിൾ ആണ്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കിടക്കുന്നു. ഇതൊക്കെ ആരുടെയാണ്? പണ്ട് കാലത്ത് ബൈജു ഉപയോഗിച്ചിരുന്ന വെയിറ്റ് സംഭവങ്ങളും ഒക്കെയാണല്ലോ. ഇതൊന്നും ഇപ്പൊ ഉപയോഗിക്കാറേ മനസ്സിലാവുന്നുണ്ട്. അത് ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് പൊടി തട്ടാനായിട്ട് ഇടയ്ക്ക് ഒന്ന്. ചേച്ചിക്ക് ഈ സംഭവത്തിലൊന്നും ഇൻട്രസ്റ്റേ ഇല്ല. വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, പിന്നെ ഇടയ്ക്കൊക്കെ പോകാൻ പറ്റാത്ത സമയത്ത്. പക്ഷെ ഇപ്പൊ ഞാനൊരു 4-5 വർഷമായിട്ട് വർക്ക്ഔട്ട് മീൻസ് അങ്ങനെയില്ല, എല്ലപ്പോഴും ഒന്നും ഇതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാം. ഇത് ഈ വീട് നിങ്ങളുടെ മൊത്തം വന്നിട്ട് ഇതെല്ലാം നിങ്ങളുടെയാണോ? കാരണം അതല്ലേ. പക്ഷെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ അല്ലേ, നിറയെ ചുറ്റും ഫുൾ വീടുകളാണ്. തൊട്ടടുത്തടുത്തടുത്തായിട്ട് ഒരുപാട് വീടുകള്, നല്ല ബ്രീസും ഉണ്ട്. നല്ല ചെമ്മിന്റെ കമ്പനിയാണ്, അതാണ് നമ്മുടെ പ്രധാന ബിസിനസ്. ചെമ്മീൻ കിട്ടും, ചെമ്മീൻ കമ്പനി ഇവിടെ. അപ്പൊ അവിടെ പോയി ഇപ്പൊ ചെമ്മീനുണ്ടോ? അല്ല, ഇപ്പൊ കൃഷിയാണ്. അതായത് 6 മാസം നെൽകൃഷിയും 6 മാസം ചെമ്മീൻ കൃഷിയാണ്. അപ്പൊ ഇപ്പൊ അവിടെ വർക്കില്ല. അപ്പൊ ഒരു 3 മാസം കൂടെ കഴിഞ്ഞാൽ ഫുൾ അവിടെ വർക്കാവും. അപ്പൊ അത് ആക്റ്റീവ്. അപ്പൊ അതിന് വേണ്ടിട്ടുള്ള നുള്ളാനും ഇത് കൗണ്ട് തിരിക്കാൻ വേണ്ടിട്ടുള്ള അത്ര മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം വേറെ സ്ഥലത്താ. ഓക്കെ. അപ്പൊ ചെമ്മീൻ കട്ട എവിടെയായിട്ട്? ഇവിടെ തൊട്ടടുത്താ. ആണോ? ചെമ്മീൻകെട്ട് ഭയങ്കര രസമുള്ള ഒരു ഏരിയ. ഇപ്പൊ അവിടെ ഭയങ്കര ഒരു എന്താ പറയുക, ടൂറിസ്റ്റ് ഏരിയ പോലെ ആയിട്ടുണ്ട്. പാർക്കും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതൊരു ഓപ്പൺ ടെറസ് ആണ് അവിടെ. ഇത് ആരുടെ മുഖം എന്നൊന്നും പ്രത്യേകിച്ച്? അത് മോള് അപ്പു അല്ലേ? മറ്റേ ആരാ? മറ്റേ അപ്പുവിന്റെ ഫ്രണ്ട്. അവരുടെ പറഞ്ഞ് ചെയ്യിച്ച് ഇതിരിക്കുന്നല്ലേ. അതങ്ങനെ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോ ഒരു എന്തായാലും ഷോ അല്ലേ. അച്ഛനും അമ്മയ്ക്കും മകളെ ഓർത്തും കണ്ടുതന്നെ കിടക്കാലോ. അങ്ങനെ നമ്മൾ അവരുടെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. അവരുടെ ഡ്രസ്സിംഗ് ഏരിയ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് മേളിലത്തെ ഒരു ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെയൊക്കെ ശരിക്കും നിങ്ങൾ ഇരുന്ന് സംസാരിക്കാറോ, ഇവിടെ എങ്ങനെ ഇരിക്കാറോ, ഈ സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാറുണ്ടോ? ഫാമിലി എല്ലാരും കൂടെ വരുമ്പോ ഒരു പക്ഷെ പിന്നെയും ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇത് വേറൊരു ബെഡ്റൂം. ഇതേപോലെ തന്നെ വേറൊരു ബെഡ്റൂം. ഇതല്ലേ നമ്മൾ അവിടുന്ന് ബാൽക്കണി കണ്ട ഗസ്റ്റ് ബെഡ്റൂം. ഇതോ വാഷ്റൂം. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഗസ്റ്റ് റൂം ആണ് നമ്മുടെ ട്രഷർ ഇരിക്കുന്ന റൂം കേട്ടോ. അവര് കൂട്ടിയിട്ടിരിക്കുന്ന അവളെ കാണിക്കാത്ത മുറി. ഇനി ഇതാ ഇങ്ങോട്ട് വരാം. ഇവിടെ വേറൊരു ഔട്ട്ഡോർ. ഇവിടെയൊക്കെ അത്യാവശ്യം ഒരു ഈവനിങ് പാർട്ടി, ഗെറ്റ് ടുഗദർ ഒക്കെ ശരിക്കും ഹാപ്പനിങ് ഒക്കെ അല്ലേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇത്. ഇവിടെയാണോ ചേച്ചി ലോണ്ടറി ഒക്കെ ചെയ്യണേ? അല്ല, ആണോ? ഓ, താഴെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഓക്കെ, നടക്കാൻ പോവാൻ വേറെ എവിടെയും പോണ്ടേ? വീടിനകത്തൂടെ ഒരു ഇത്, വീടിന്റെ പുറത്തൂടെ ഒരു ഇത് ധാരാളമായി. പിന്നെ നിങ്ങൾക്ക് വേറൊരു പുറത്തു പോയി ചെയ്യേണ്ട കാര്യമേ ഇല്ലല്ലോ. ഓക്കെ, നല്ല തെങ്ങും നല്ല ഷെയ്ഡും. ഓക്കെ, ഇതൊക്കെ ചുറ്റി നമ്മുടെ പ്രോപ്പർട്ടി. ഓക്കെ. അപ്പൊ കറൻസി റൂം ഒന്ന് തുറന്ന് കാണാൻ പിന്നെയും ഒരു ആഗ്രഹം എല്ലാരും എപ്പോഴും പറയുന്നുണ്ട് വായിച്ചേട്ടാ. അതിന്റെ സത്യാവസ്ഥ ഞാൻ ശരിക്കും പറഞ്ഞാ വായിച്ചു വേഴുമനയുടെ വീട്ടിൽ ഒരു മുറിയിൽ ഒരു രഹസ്യ നിധികളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്നാ അതെന്താ നിധിയാണെന്ന് കണ്ടിട്ട് തന്നെ പോട്ടെ. എല്ലാരും പറയുമ്പോ എന്നോട് നിധി എന്താന്ന് കാണാം കേട്ടോ. നിധി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ കവറിലൊക്കെ ഇട്ടിട്ട്? ഇത് നമ്മുടെ സൂട്ടിന്റെ കവറല്ലേ? സൂട്ടിന്റെ ഒക്കെ കവർ പോലത്തെ. ഇത് നമ്മുടെ ഡ്രസ്സിന്റെ കവറാണല്ലോ. ഇതിലാണോ നിങ്ങൾ പൈസ ഒക്കെ വെക്കുന്നത്? പൈസയാണോ നമ്മള് കാണാൻ? ഇതായിരുന്നു എന്റെ എല്ലാരും കണ്ടാണ് പ്രേക്ഷകര് നമ്മുടെ. ഓ, ഇത് അവളുടെ എൻഗേജ്മെന്റിന്റെ ഡ്രസ് അല്ലേ? ബ്യൂട്ടിഫുൾ ഡ്രസ് ആയിരുന്നു. നമ്മുടെ ഫാറ്റീസിന്റെ നൗഷിക. ഓ, അവര് ഡിസൈൻ ചെയ്തതാ? അവര് തന്നെയാണ് ഇപ്പൊ വെഡിങ്ങും ഗൗൺ ഡിസൈൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഡ്രസ് കാണാനായിട്ട്. ഇതാണ് നിലവറ. ഇതാണ് ട്രഷർ അല്ലേ? ഓ, നല്ല ഡ്രസ്സായിരുന്നു. അവരാണ് ഇപ്പൊ കല്യാണത്തിനും അവര് തന്നെയാണ് ഡിസൈൻ നേരത്തെ നമ്മള് മുമ്പേ കണ്ട ബാൽക്കണി. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ബാൽക്കണി നമ്മള് മുമ്പേ കണ്ടല്ലോ. സെയിം പോവാം. ഓക്കെ,
അപ്പൊ ഇനി നിലവറ കാണിച്ചില്ല എന്നുള്ള ഇനി ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ആവണ്ട എന്താണ് നിലവറ ഇവിടെ വേറെ പെട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് തുറന്നു നോക്കി ഇങ്ങനെയൊക്കെ ഇല്ല ഈ ലൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആരും വിചാരിക്കില്ലല്ലോ. ഈ പറഞ്ഞ ഈ കബോർഡിന്റെ അടിയിലോട്ട് ഒരു ഗോവണി ഉണ്ട്. വെറുതെ അല്ല ഞാൻ ആ ഗോവണി കൂടെ ആ ഗോവണിയിലേക്ക് കയറണ്ട. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷിച്ചു വന്ന മുറി. ഇതാണ് മക്കളെ, ഇതാണ് ആ മുറി. ആ ഓക്കെ, എനിവേ അതൊക്കെ എന്തായാലും സന്തോഷം. നമ്മള് വേറൊരു നിധി കണ്ടില്ലേ. ഇതിന്റെ മേളിൽ ഒരു ഇതുണ്ട്, അതിപ്പോ കയറുന്നില്ല, പക്ഷെ അവിടെ വർക്ക് കിടക്കാണ്. അവിടെ ഒരു ഹോം തിയേറ്റർ ചെയ്യണം, വലിയൊരു സ്പേസ് കിടക്കുന്നുണ്ട്. അവിടെ ഒരു ഹോം തിയേറ്റർ, അതുപോലെ നെക്സ്റ്റ് ടൈം വരുമ്പോ കാട്ടെ ഹോം തിയേറ്റർ, ഫിലിമിന്റെ ഇരുന്ന് വായിക്കാൻ ബുക്സ്, പഴയ അങ്ങനെ കുറെ സാധനം ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ഫിലിം റോള് അങ്ങനെ. ഞാൻ സിനിമ അതായത് പണ്ടത്തെ ഇതില് സ്പ്രോക്കറ്റ് ആണല്ലോ, കാർബൺ ഒക്കെ വെച്ചിട്ട് ഞാൻ ഓടിക്കുമായിരുന്നു സിനിമ. പിന്നെ സ്വന്തമായിട്ട് തിയേറ്റർ ഒക്കെ ഉള്ള മനുഷ്യൻ ഇതൊക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിലാണ് അതോടെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് അങ്ങനെ ഒന്ന് ഇത് ചെയ്യണം. അതായത് മേളിൽ ഫുൾ ഒരു ഫ്ലോർ അങ്ങനെ ഇട്ടിട്ടാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് അടുത്ത നെക്സ്റ്റ് ടൈം വരുമ്പോ അതും കൂടെ കാണാം കേട്ടോ. ഹോം ടൂർ 2. യെസ്, അതെ, സെക്കൻഡ് ടൈം വരുമ്പോ എന്തെങ്കിലും ഒക്കെ, അത് കല്യാണത്തിന്റെ ഒക്കെ ശേഷം വരാം. ഇതുപോലെ ഇവിടുന്ന് അങ്ങനെ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഒരു സ്പേസ് കിടക്കുന്നുണ്ട്, എങ്ങനെ നടന്നു പോയാൽ അങ്ങനെ അങ്ങ് പോവും. ഇത് മൊത്തം എത്രയുണ്ട് സ്ഥലം അതൊന്നും അറിയില്ല. കൊള്ളണം. ഞങ്ങള് വീഡിയോയില് ഫുൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ പിന്നെ പറയാം കേട്ടോ. ഇതെല്ലാം സീക്രട്ട് ആണ്. ഇതൊക്കെ ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് എത്ര ഏക്കർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് എത്ര ഏക്കർ, 5ഓ 10ഓ? എല്ലാം ബ്രെയിൻ ഡാഡിയുടെ ആണ്. പക്ഷെ അങ്കിളിനെ കണ്ട പറയില്ലോട്ടോ, ഇന്നും വളരെ സിമ്പിൾ ആയിട്ടാണ് അങ്കിള്. ഭയങ്കര വളരെ സോഫ്റ്റ് സ്പോക്കൺ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ശരിക്കും ഒരു ഇതും ഇല്ല, ഒരു ജാടയോ. അല്ലെ നമ്മൾ വിചാരിക്കും ഇത്രയും കാശുകാരെന്നൊക്കെ പറയുമ്പോൾ. മാത്രല്ല ബൈചേട്ടന്റെ അച്ഛനാണ് എനിക്ക് തോന്നുന്നു ഈ ഹിസ്റ്ററിയിൽ തന്നെ ഇത്ര അധികം 49 തവണയോ എന്തോ വൈസ് പ്രസിഡന്റോ 40 വർഷം അല്ലെ, ആരുമില്ല ഇങ്ങനെ 40 വർഷം പ്രസിഡന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയണത്. അപ്പം ഈ ഒരു നാട്ടില് ഇവർക്കുള്ള ആ ഒരു സപ്പോർട്ട് എത്രയാന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും രാഷ്ട്രീയത്തില് ഞങ്ങൾ ഈ വീടും പരിസരവും ഫുൾ ക്യാപ്ചർ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഇത് ഫുൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഏരിയ കൂടെ നടക്കാൻ ബൈച്ചേട്ടാ, അപ്പോഴാണ് ഈ ചെടികളൊക്കെ കൂടെ നമ്മുടെ ക്യാമറയിൽ പതിയുള്ളൂ. ആ ബൈച്ചേട്ടൻ പറഞ്ഞോ. ഡാഡിയാണ് ഇതെല്ലാം. ഡാഡി ശരിക്കും ഈ ഞങ്ങളുടെ പ്രധാന ബിസിനസ് തിയേറ്റർ വരുന്നതിന് മുമ്പ് ഇപ്പോഴും ഒക്കെ പ്രധാന ബിസിനസ് ചെമ്മിങ്കെട്ടാണ്. ഞാനൊരു ഗ്ലാസ് എനിക്ക് പറ്റൂല, ഈ വെയിലടിച്ചു ഇപ്പൊ തലവേദനിക്കും. ഡാഡിയാണ് ഇതെല്ലാം ഇത് ചെയ്തത്. പിന്നെ തിയേറ്റർ ഡാഡി ഉണ്ടാക്കി. ഡാഡിക്ക് സിനിമയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ തിയേറ്റർ വരുന്നേ. തിയേറ്റർ വന്ന മുതൽ മൂത്ത മോനല്ലേ? ഞാൻ മൂത്ത മോൻ. എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ബ്രദർ. ഇളയ ബ്രദർ ഇവിടെ ഉണ്ട്. ഈ തറവാട്ടിൽ അവൻ ഇന്ന് കാണാം, ഇവിടെ ഉണ്ടാവും. അച്ഛന്റെ കൂടെ അനിയനും ഫാമിലിയാണ് താമസിക്കുന്നത്. മറ്റേ സിസ്റ്റേഴ്സ് എവിടെയാ ബൈച്ചേട്ടാ? ഒരാൾ എറണാകുളത്ത്, ഒരാൾ തൃപ്പൂണിത്തുറയില്. തൃപ്പൂണിത്തുറയിൽ എവിടെയാ? തൃപ്പൂണിത്തുറ അമ്പിളി നഗർ. തൃപ്പൂണിത്തുറ അല്ലേ? അമ്പിളി നഗർ നമ്മുടെ അടുത്ത് തന്നെയാ. ഓ, ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ടോ? ഇവിടെ ഇടയ്ക്ക് വന്നിരിക്കും. ഞാൻ എല്ലാ സ്പേസും ശരിക്കും നല്ല സ്ഥലം. ഇവിടെ ഒരു ഊഞ്ഞാലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഊഞ്ഞാലുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നേ. അപ്പൊ അതിൽ ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പൊ ആ പ്ലാവ് ഒന്നാമത് ഭയങ്കര ഇലയും, പിന്നെ അതൊരു എന്തോ കൊണ്ട് ഇതായി. പിന്നെ അതങ്ങ് പതിയെ അതിലൊരു ഊഞ്ഞാല ഉണ്ടായിരുന്നു. ഓണത്തിനൊക്കെ ഊഞ്ഞാലാടും അവിടെ. അങ്ങനെ ഒരു പരിപാടിയൊക്കെ അങ്ങനെ വെക്കാറുണ്ട്. അങ്ങനെ പതിവില്ലാത്ത കാര്യം അതുകൊണ്ട് ഇത്രയും ഞാൻ രാവിലെ തന്നെ നടത്തിപ്പിക്കുന്നോണ്ട് ക്ഷീണമായോ? കുട്ടിക്ക് കുറച്ച് ക്ഷീണമാവാം കേട്ടോ. കുട്ടിക്ക് കുറച്ച് ക്ഷീണമാവണം എന്തായാലും. എന്നിട്ട് അപ്പൊ ഇവിടെ ഇതുണ്ടോ, ഇതാണ് തിയേറ്റർ. അപ്പൊ അന്ന് വീടാണ്. അപ്പൊ ഇവിടെ രാവിലെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഡോറ് തുറന്ന ഫുള്ള് സിനിമ സൗണ്ടാ. അന്ന് തുറന്നിടും, AC അല്ലല്ലോ. അപ്പൊ ഫുൾ അങ്ങനെ ഞാൻ കേട്ട അത്രയും എനിക്ക് തോന്നുന്നു വേറെ ഇപ്പോഴത്തെ മലയാളത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലും ഉണ്ടാവില്ല. 365 ദിവസവും സിനിമാ നടന്മാരുടെ ശബ്ദം കേൾക്കുക എന്നുള്ള ഒരു ഭാഗ്യം. പിന്നെ എങ്ങനെ സിനിമാ ഭ്രാന്ത് വന്നില്ലെങ്കിൽ പിന്നെ അവിടെ വന്നിട്ട് നമ്മുടെ തിയേറ്ററിൽ നമ്മുടെ മുഖം. ഇത് ഡാഡി ഇരിക്കുന്ന ഓഫീസാ. ഇത് മമ്മിയല്ലേ? അത് മമ്മിയാണ്. ഇതാണ് ഓഫീസ്. ഇത് ഡാഡി ഇരിക്കുന്ന ഓഫീസാണ്. ഇതിനകമാണ് ഓഫീസ്. ബൈച്ചേട്ടന്റെ അമ്മ. അതെ അതെ, ബൈച്ചേട്ടൻ അമ്മയെ പോലെ ഇരിക്കുന്നത്. അച്ഛന്റെ മിക്സ് ഉണ്ടല്ലേ? അമ്മ എല്ലായിടത്തും ഉണ്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും മുഴുവൻ
മമ്മിയും ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ. മമ്മിയുടെ മമ്മി മരിച്ചൊന്ന് ഫുള്ള് ഈ ഏരിയ ഫുള്ള് ബ്ലോക്ക് ആയി പോയി എന്നുള്ള അത്രയും ക്രൗഡായിരുന്നു കംപ്ലീറ്റ് വന്നിട്ട്. അത് മനസ്സിലാക്കാൻ മമ്മി വന്നാ ഇവിടെ ആര് വന്നാലും ഭക്ഷണം കൊടുക്കാതെ വിടത്തില്ല. അപ്പൊ അത്രയും ഇതായിരുന്നു. ഓക്കെ, ഇത് ഓഫീസ് സ്പേസ് ആണ്, അപ്പൊ നമുക്ക് അതിനകത്തേക്ക് കയറണ്ട. പിന്നെ ഇതെന്താ ബൈച്ചോട്ടെ ഇവിടെ ഇങ്ങനെ? ഇത് നേരത്തെ ഇത് വെച്ച് അല്ല, ഇപ്പൊ നമ്മുടെ ഈ ബോട്ടാണ്. അതെ, അതിപ്പോ എന്താ മോട്ടറൊക്കെ അതിന്റെ വർക്ക് ചെയ്യുന്നില്ല, പോയോ? അല്ല, പോയിട്ടില്ല, അത് വർക്കിംഗ് ആണ്. ആണോ? അത് വർക്കിംഗ് ആണ്. ഇടയ്ക്ക് വെള്ളം ആവുമ്പോൾ അതെ 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 അതെ. ഓക്കെ, അപ്പൊ അന്നാ ഫ്ലഡ് ഇങ്ങോട്ടൊക്കെ വെള്ളം കയറുമോ? ഇല്ല, ഇവിടെ ഫ്ലഡ് വന്നു കഴിഞ്ഞാല് ഇത് വെള്ളം ഒന്നും കേറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഫുള്ള് കായലായതുകൊണ്ടിട്ട് വെള്ളം ഫുള്ള് അങ്ങ് ഒഴുകിപ്പോവും. ഓക്കെ, ഇത് ഈ വീടിന്റെയും ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, ഈ കാറൊക്കെ ആരുടെയാ? ഇതൊക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങുന്നത് ക്രേസ് അങ്കിളിനാണോ മകനാണോ? മൂത്ത മകനാണോ രണ്ടാമത്തെ മകനാണോ? ഷെൽജൂനാണ് കൂടുതൽ കാറിന്റെ ക്രേസ്. പക്ഷെ ഫാദറും അങ്ങനെ പുള്ളിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഡാഡിയുടെ ബൊലീറോ അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ബൈഷോന്റെ ഫേവറേറ്റ് കാർ ഏതാ? ഞാനിപ്പോ ഒരു XUV 700 എടുത്തു, സ്കോർപിയോ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വണ്ടികളൊക്കെ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ വൈറ്റ് ആണോ? എല്ലാം വൈറ്റ് എടുക്കുള്ളൂ. എന്നിട്ട് ആ വണ്ടിക്ക് എന്ത്? വണ്ടി ഇവിടെ പന്തലിന്റെ പണി നടക്കുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയും വണ്ടികൾ കിടക്കുമ്പോഴേ ബൈച്ചേട്ടാ ഓരോ സ്ഥലത്ത് പോകുന്ന സ്ഥലത്തെ എന്താണ് അത് നോക്കിയിട്ടായിരിക്കുമല്ലോ ഒബ്വിയസ്ലി നമ്മൾ കാർ എടുക്കുന്നുണ്ടാവുക. എന്നാലും പ്രീമിയം കാർസ് പലതുള്ളപ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ വരുമോ? വരാറുണ്ടോ? ഏതെടുക്കണം? അങ്ങനെ എനിക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടില്ല. ഞാൻ ആ ഒരു പ്രീമിയം ആ ഒരു കാറ്റഗറിയിലോട്ട് എടുക്കണമെന്ന് സത്യം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല. സാധാരണ ആൾക്കാർ കൊണ്ട് നടക്കുന്ന വണ്ടീനേക്കാൾ കുറച്ചുകൂടെ മതി. അല്ലാണ്ട് ഭയങ്കര പ്രീമിയം ലെവലിലേക്ക് അങ്ങനെ കാര്യം ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ അല്ല, ഇപ്പം അനിയന്മാര് മക്കള് ഇവർക്കെല്ലാം കൊണ്ട് നടക്കുന്ന ചിലപ്പോൾ മാരുതി ആൾട്ടോ ഒക്കെ നടക്കുന്ന ഞങ്ങളൊരു 100 കുടുംബാംഗങ്ങളുണ്ട് മൂലംകുഴി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ സൈക്കിളിൽ നടക്കുന്നവരുണ്ട്, സ്കൂട്ടറിൽ നടക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പൊ ബ്രദർ ഒരു ബെൻസ് എടുത്തത്. അപ്പൊ അതിന്റെ ഒരു അങ്ങനെ വലിയ അങ്ങനത്തെ ഒരു പോഷ് വണ്ടി നമുക്കൊരു മീഡിയം റേഞ്ചിൽ നിൽക്കാം. അതിൽ തന്നെ കുറച്ച് ക്ലാസി ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന എന്നുള്ള രീതിയിലുള്ളതാണ് നമുക്ക് കാണാം. ഈ കാർസ് ഒക്കെ ആ ഒരു ബഡ്ജറ്റ് ലെവലിൽ വരുന്ന കാർസ് ആണ്. അപ്പൊ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ആ ഒരു ഇതിലെടുക്കുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് നീങ്ങാം. ഇത് തറവാട്. ഇവിടെ ഞാൻ ബൈജുചേട്ടൻ ജനിച്ചു വളർന്ന വീടാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. തറവാട് പക്ഷേ നീണ്ടകരയിലാണ് ഒരു വീടുള്ളത്. ശരിക്കും തറവാട് എഴുപതിനെ തന്നെ നീണ്ടകരയുണ്ട്. പക്ഷെ അവിടെ ഇപ്പൊ അടച്ചിട്ടിരിക്കുക. അവിടെ ഇടയ്ക്ക് പോവും, മെയിൻറ്റെയിൻ ചെയ്യും, തിരിച്ചു. അതാണ് ശരിക്കും ഞങ്ങളുടെ തറവാട്. ഓക്കെ, അത് ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്. അതിന്റെ ഫ്രണ്ട് ഫുള്ള് ചെമ്മീൻ കിട്ടാ. അപ്പൊ എന്ത് രസമായിരിക്കും കാണാൻ. ഭയങ്കര രസമാണ് അത്. ഡാഡിയും ബ്രദറും ഒക്കെ ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഡാഡിയും അനിയനും ഫാമിലി എല്ലാരും ഉണ്ട്. ഓക്കെ, ശരി, അവരെയും കൂടെ കാണാം. അതായത് നമ്മൾ ഇക്കണ്ട ഈ പ്രോപ്പർട്ടിയുടെ ഒക്കെ ഉടമ ബൈജുചേട്ടന്റെ അച്ഛൻ. അങ്കിളിനെ എന്തായാലും കാണണം അല്ലേ? ഫസ്റ്റ് അങ്കിളിനെ കാണാം. ഹായ്, ഹായ് രമ്യ. ബ്യൂട്ടിഫുൾ ഹൗസ്, നൈസ് ഹൗസ്. അമ്മ നമ്മൾ പുറത്ത് കണ്ടിരുന്നു. ഹായ് ചേട്ടാ, രമ്യ. നമ്മൾ അങ്കിളിനെ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്കിൾ അവിടെ കുളിച്ച് നേതിച്ചൊക്കെ വരുന്നതിന്റെ സമയമാണെന്ന് തോന്നുന്നുണ്ട്, ടൈം എടുക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ഷെൽച്ചേട്ടൻ പറഞ്ഞു നമുക്കെന്നാ നമ്മുടെ വീടിനകവും കൂടെ കാണാമെന്ന്. പിന്നെന്താ, നല്ലൊരു വീടല്ലേ, നമുക്ക് ആ സമയം എന്റർടൈൻ ചെയ്യാം, ഈ വീടും കൂടെ കണ്ടുകൊണ്ട്. വാവ്, ഇത് ഫുൾ അവരുടെ തന്നെ ഡിസൈൻ പാറ്റേൺ ആണോ അതോ ചേട്ടന്റെ ഐഡിയ കൂടി ഉണ്ടോ? ആണോ? ഇവിടേക്ക് ഒരു സംഭവം ഉണ്ട്, നല്ല മിറർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ബെഡ്റൂം ആണ് അവിടെ. ഓക്കെ, രണ്ട് ബെഡ്റൂം. ഇവിടെ 2 ബെഡ്റൂം ആണ്. ഇത് കിച്ചൺ. ഓക്കെ, ഇത് ഡൈനിങ് ഏരിയ. ബ്യൂട്ടിഫുൾ, നല്ല നല്ല ഫാനും. ഹായ്, ഇത് ഹോട്ടലിലൊക്കെ പോലെ തന്നെ ഉണ്ടല്ലോ. ഈ വാഷ് ഏരിയ ഒക്കെ നമ്മുടെ ഹോട്ടലിലൊക്കെ പോലെ അതേ ഒരു ഫീൽഡ് തന്നെ ചെയ്ത് വെച്ചിരിക്കണേ. ശരിച്ചെന്നെ അവിടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ വീടുകൾ നിങ്ങള് ഒരറ്റത്തു നിന്ന് ആര് വിളിച്ചാലും മറ്റടുത്ത് നിൽക്കരുത്, കേൾക്കരുത് എന്ന ഇന്റൻഷനോട് കൂടിയാണോ വീട് പണിയുന്നത്? എന്തേലും ഇങ്ങനെ വീടായിരുന്നു, നമ്മളിത് പുതുക്കി ഒന്ന് ഇന്റീരിയർ ഒക്കെ ചെയ്തേ. അപ്പൊ ഈ ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ടോ? ഫ്രണ്ട് ഏരിയയും ഇന്റീരിയലും മൊത്തം ഒന്ന് ഇന്റീരിയർ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ കാണുന്നത് ഇത് ചെയ്തിട്ട് 2 years 2-3 years. ഓക്കെ, പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട്. വരുന്നുണ്ട്. ഹെൽത്തി, വളരെ നല്ല ഒരു ഇത് തന്നെ. അത്രയും നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഇരിക്കാന്ന് പറയുന്നത്. കാത്തിരുന്ന വസന്തം അവിടെ വെയിറ്റ് ചെയ്യണം. അത്രേ അങ്കിളിന്റെ അടുത്തേക്ക് പോവാം.
ഹലോ അങ്കിൾ, എത്ര നേരമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു വലിയൊരു ക്രെഡിറ്റ് നൽകട്ടെ. ഈ രണ്ട് വലിയ ആമക്കളുടെ അച്ഛനായിട്ട് തോന്നില്ല, അവരെക്കാട്ടിലും യങ്ങായിട്ട് നിൽക്കുന്ന വളരെ ഒരു എന്താ പറയാ ടച്ച് കൊടുക്കട്ടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരാളുടെ, നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു ഇതാണ്. വളരെയധികം സ്റ്റിൽ ഭയങ്കര ആക്റ്റീവാണ് അങ്കിള്. എല്ലാ കാര്യത്തിലും അങ്കിളുടെ തന്നെ മേൽനോട്ടമുണ്ട്. അങ്കിൾ ഓടി നടന്നെത്തും, അതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കും, അതേപോലെ സൗന്ദര്യവും ശ്രദ്ധിക്കും. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ഷെൽജി ചേട്ടൻ പറഞ്ഞു പേഴ്സണൽ ആയിട്ടുള്ള മേക്കപ്പ് മാൻ ഉണ്ട്, പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കാര്യങ്ങളൊക്കെ ചോർന്നെടുത്തു. എന്നാ അതൊക്കെ പോട്ടെ. എങ്ങനെയാണ് ഈ ഒരു പ്രായത്തിലും അല്ലെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ തുടങ്ങിയതിനെക്കാട്ടിലും ഫ്ലറിഷ് ചെയ്തിട്ടേ ഉള്ളൂ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നും നാട്ടുകാരുടെ പ്രിയനായിട്ട് നിൽക്കുക, അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, അവരുടെ ഒരു ഇപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ഒരു രഹസ്യം, അതൊരു മെസ്സേജ് എന്നുള്ള രീതിയിൽ എന്താ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തൊന്ന് പറയും, ഒരു സീക്രട്ട്? പിന്നെ ബിസിനസ് വളരെ ചെറിയ പഠിത്തം കഴിഞ്ഞ പോലെ തുടങ്ങിയതാണ്. ബിസിനസ് ചെറുതായിട്ട് തുടങ്ങി, പിന്നെ അങ്ങനെ ആയിട്ട് വന്ന് പിന്നെ കുറച്ച് 10-40 കൊല്ലം ഞാനിവിടെ പഞ്ചായത്തിന്റെ ഒരു ജനപ്രതിനിധിയായിരുന്നു. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. 79 മുതല് ഞാനിവിടെ 40 കൊല്ലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിട്ട് അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരുപാട് വർക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് എല്ലാവരുടെയും നല്ല സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബിസിനസ്സിൽ വളർച്ചയുണ്ടായി. ഓരോ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഞാൻ എല്ലാത്തിലും എനിക്ക് എന്റെ ശ്രദ്ധ എനിക്ക് എല്ലാം എന്റെ ശ്രദ്ധയിലേക്ക് കൂടിയാണ് പോകുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ ബൈച്ചേട്ടനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം അവിടെ തിയേറ്ററിലൊന്ന് പോകണം, വിശേഷത്തിന്റെ അവിടെ ഒരു സംഭവം ഉണ്ട്, സ്കൂളിലൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടൊക്കെ ഞങ്ങളൊന്ന് പോയിട്ട് വരാം. അപ്പൊ എന്തായാലും വീണ്ടും കാണാം കേട്ടോ. അപ്പൊ ഞങ്ങള് പോയിട്ട് വരട്ടെ അങ്കിൾ, പോയിട്ട് ഇപ്പൊ വരാം. വന്നിട്ട് നമുക്ക് രേഖ കൺവെൻഷൻ സെന്ററും കാണാം. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് പെട്ടെന്ന് അവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് അവിടെയും കൂടെ ഒന്ന് സ്കൂളിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേച്ചി താങ്ക് യു കേട്ടോ. അപ്പൊ കാണാം. ഓഹോ, ചേച്ചിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കൊരു റോസ് ഫ്ലവർ തന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് കേട്ടാ. ബൈ. ശരി ബൈച്ചേട്ടാ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇത്ര അധികം നല്ല നല്ല വീടുകൾ ബൈച്ചേട്ടൻ ഉണ്ടാക്കി ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കണു. വേറൊരു ബൈച്ചേട്ടൻ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത് ചോദിക്കുമ്പോൾ എനിക്ക് പൈസ ഇതില്ല ഇത് കുറവെന്ന്. ഞാൻ വേറൊരു എനിക്കറിയാവുന്ന ഒരു കാര്യം പറയാം. ബൈറ്റ് ഹോംസ് ഫോർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ബൈറ്റ് ഹോംസ് ഫോർ നമുക്ക് നടക്കാം. ബൈറ്റ് ഹോംസ് ഫോർ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി, നമുക്ക് 50% പൈസ മാത്രം നമ്മൾ കെട്ടിയാൽ മതി വീട് വെക്കണമെങ്കിൽ. ഇത് ഞാനിപ്പോൾ ബൈച്ചേട്ടന് വേണ്ടിയിട്ടല്ല, എനിക്കറിയാം ബൈച്ചേട്ടനൊക്കെ ഫിൽതി റിച്ച് ആണ്. പക്ഷെ നമുക്ക് ബൈച്ചേട്ടനൊക്കെ ഇത്രയും നല്ലൊരു ഇവിടെയൊക്കെ പലരുമായിട്ട് പരിചയമുള്ളതല്ലേ. അപ്പൊ ആർക്കെങ്കിലും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ബൈച്ചേട്ടനെ തീർച്ചയായിട്ടും അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന നല്ലൊരു ഗ്രൂപ്പാണ് ഇത്. വെറും 50% പൈസ മാത്രം നമ്മൾ ആദ്യം കൊടുത്താൽ മതി. ബാക്കിയുള്ള 50% നമ്മൾ 50 തവണകളായിട്ട് നമ്മൾ ഇങ്ങനെ അടച്ചാൽ മതി. ബൈറ്റ് ഹോംസ് ഫോർ. അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ ആ ആപ്പ് വഴിയാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് നമ്മുടെ സൈറ്റിലത്തെ ക്യാമറകളും കാര്യങ്ങളൊക്കെ CCTV നമുക്ക് ത്രൂ എല്ലാം അറിയാൻ പറ്റും. അവിടുത്തെ പണികൾ അറിയാൻ പറ്റും. അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പൊ അവിടെ എത്താൻ പറ്റിയില്ലെങ്കിലും ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ആപ്പ് വഴി അറിയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബൈച്ചേട്ടന് തീർച്ചയായിട്ടും ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ, ബൈറ്റ് ഹോംസ് ഫോർ. അപ്പൊ ബൈച്ചേട്ടൻ ദേ നമ്മളിവിടെ സ്കൂളിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാണ് സ്കൂളിലെ പ്രിൻസിപ്പൽ, സൂപ്പർ സ്റ്റാർ പ്രിൻസിപ്പൽ. ഭയങ്കര നേരം നോക്കി എത്ര ചിരിച്ചോണ്ട് നിൽക്കുന്ന നല്ല ഇത്. എനിക്ക് ഉറപ്പാണ് ഇവിടെ കുട്ടികളുടെ പെറ്റായിരിക്കും ഈ സിസ്റ്റർ. കാരണം ഇത്ര നല്ല ജോവിയൽ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ ഉണ്ടെങ്കിൽ പിള്ളേരെല്ലാരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിള്ളേര് അതെ ക്ലാസ് തുടങ്ങുന്നത് എത്ര മണിക്ക്? ഇപ്പൊ തുടങ്ങാറായില്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം എന്തെങ്കിലും നിങ്ങൾ പഠിപ്പിക്കലൊന്നും ഇല്ലേ? ഇന്നിവിടെ ഫുൾ ഫൺ ഡേ ആണോ? ഇപ്പൊ ഞാൻ പറയണ്ട, ഞാൻ പോയാൽ മാത്രമേ ഇനി നടക്കത്തുള്ളൂ, ക്ലാസ് തുടക്കത്തുള്ളൂ. അല്ല ഞാൻ ചെയ്യണേ, ബൈജു ഒഴിവിന് ഇന്ന് സ്കൂളിൽ വരുന്നുണ്ട്, അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ ആരും പഠിക്കണ്ട. ഇതാണ് ഇവിടുത്തെ രീതി. ഇന്ന് നമ്മുടെ ക്ലബ് ഇനോഗ്രേഷൻ ആണ്, 4 ക്ലബിന്റെ ഇനോഗ്രേഷൻ. അതുകൂടാതെ ഇൻവെസ്റ്റിച്ചർ സെറമണിയാണ്. അപ്പൊ കുട്ടികളുടെ ചെയർമാൻ, അങ്ങനെ 4 ഗ്രൂപ്പിന്റെയും ചെയർമാനെയും സ്കൂൾ ലീഡറിനെയും തിരഞ്ഞെടുക്കുന്ന ദിവസമാണ്. ഓ ഓക്കെ. നമ്മുടെ കൂടെ വേറൊരു സിസ്റ്റർ ഉണ്ട്, ആ സിസ്റ്ററിനെ കൂടെ പരിചയപ്പെടണ്ടേ? സിസ്റ്റർ വൈസ് പ്രിൻസിപ്പൽ ആണോ?
സിസ്റ്ററിന്റെ പേര് ഓക്കെ ഷീല സിസ്റ്ററും നല്ല എന്താ പറയാ നിങ്ങളൊക്കെ ഇവിടുത്തെ എന്താ പറയാ കുട്ടികളുടെ പെറ്റായിരിക്കും നിങ്ങൾ സിസ്റ്റേഴ്സ് അല്ലേ? ഷുവർ, നമ്മൾ അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ കുട്ടികൾ എനർജറ്റിക് ആവുള്ളൂ. തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. കൊടുക്കാം. അവർക്ക് വേറൊരിടത്തും കിട്ടാത്ത ഒരു ആംബിയൻസ് ഇവിടെ കിട്ടണം. ഓക്കെ ഓഡിറ്റോറിയം ഫുൾ അല്ലേ? യെസ്. ബാൻഡ് റെഡി. ഓ സിസ്റ്റർ ബാ. അപ്പൊ നമ്മൾ അങ്ങനെ ബൈച്ചേട്ടന്റെ വീടും പരിസരവും സ്കൂളും എല്ലാം പോയി വന്നിട്ട് ഇത് ഫൈനലി നമ്മൾ വിശേഷം മൂവി കാണാനായിട്ട് എത്തിയിരിക്കുന്നത് സാധാരണ തിയേറ്ററിലൊന്നും അല്ല, കേരളത്തിലെ ദ ബെസ്റ്റ് തിയേറ്ററിന്റെ അവാർഡ് വാങ്ങിയ ബൈച്ചേട്ടന്റെ സ്വന്തം സാനിയ തിയേറ്ററിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് അല്ലെ ബൈച്ചേട്ടാ? ഇവിടെ രണ്ട് സ്ക്രീൻ നമ്മളിപ്പോ കാണുന്ന സ്ക്രീൻ 1 2 സ്ക്രീൻ 2 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. കേരളത്തിലെ ഏറ്റവും നല്ല ഇതാണ് കേട്ടോ, ഉമ്മൻചാണ്ടി സാറിന്റെ നിന്നാണ് ഡാഡി വാങ്ങുന്നത്. നമ്മുടെ അങ്കിൾ വാങ്ങുന്ന ആ ഒരു ഇത് കേരളത്തിലെ ഏറ്റവും നല്ല സിനിമാ തിയേറ്ററിനുള്ള പ്ലാറ്റിനം പുരസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയിൽ നിന്നും സാനിയ സിനിമ തിയേറ്റർ ഉടമസ്ഥൻ ശ്രീ എം കെ ജോണപ്പൻ ഏറ്റുവാങ്ങുന്നു. കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാൽ, മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവർ സമീപം. എന്നാ ഇത് ഏത് വർഷം? ഇതിപ്പോ ഒരു ഡേറ്റ് കൂടെ മെൻഷൻ ചെയ്യായിരുന്നു. ഡേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതിന്റെ സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഉണ്ട്. ഡേറ്റ് നോക്കാം. ഓക്കെ, നമ്മുടെ കൺവെൻഷൻ സെന്ററിന്റെ രേഖ, അതായത് ബൈച്ചേന്റെ തന്നെ കൺവെൻഷൻ സെന്ററിന്റെ അഡ്വർടൈസ്മെന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇവിടെ ഇരുന്നാ മതിയോ? അപ്പൊ അങ്ങനെ നമ്മൾ വിശേഷം കാണാൻ പോവാണ്. ഫസ്റ്റ് ടൈം ഇങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു സിനിമ പ്ലേ ചെയ്യുന്നു, അത് കാണാൻ പോകുന്നു. അതും സാധാരണ തിയേറ്ററിലല്ല, കേരളത്തിലെ ബെസ്റ്റ് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പോവുകയാണ്. അതും അതിനകത്ത് കൂടെ ഒരു ലീഡ് ക്യാരക്ടർ ഇരിക്കുന്ന സുഭാഷ് ഏട്ടനോടൊപ്പം. ഇമ്പോർട്ടന്റ് ആണ്. അതെ, അത് ഇമ്പോർട്ടന്റ് ആണ്. സുഭാഷ് ഏട്ടൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ ശരി, ഞങ്ങൾ എന്നാ ഇനി വിശേഷം കാണട്ടെ. അപ്പൊ സംതിങ് സ്പെഷ്യലിലെ ബൈറ്റ് ഹോംസ് ഫോർ പ്രസന്റ് സംതിങ് സ്പെഷ്യലിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് ആണ് ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ റെഡി അല്ലേ? തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ എങ്ങോട്ട് പോവാ? ഇങ്ങനെയൊന്നും കണ്ട് ഗിരീഷേ, നമ്മുടെ ഓപ്പറേറ്റർ അവിടെ നിൽക്കുന്നുണ്ട്. ഗിരീഷേ തുടങ്ങിക്കോ. ആ, ഇങ്ങനെ ഒരു സംഭവം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229901701 മിസ് കോൾ ചെയ്യൂ. അപ്പൊ അങ്ങനെ നല്ലൊരു ഫാമിലി, നല്ലൊരു ഫീൽ ഗുഡ് മൂവി നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവി. അപ്പൊ താങ്ക് യു ബൈച്ചേട്ടാ. ഇനി നമുക്ക് എന്താ പറയാ, ഇത്രയും നമ്മൾ കുറെ ഇതൊക്കെ കണ്ടു, ഇനിയും ഉണ്ട് കാണാനായിട്ട് ഒരുപാടുണ്ട്. അതെ, മുന്നോട്ട് പറയുന്ന പോലെ മുന്നോട്ട് തന്നെ അങ്ങ് പോവുക അടിപൊളിയായിട്ട്. താങ്ക് യു സോ മച്ച്. എന്നോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്, ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. പ്രേക്ഷകർക്ക് സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു.
ഓക്കെ, അപ്പം നമ്മുടെ സംതിങ് സ്പെഷ്യൽ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ നല്ല മൊമെന്റ്സ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.